നമ്പർ ഓഫ് നർക്കോട്ടിക് കേസസ് പെർ ഇയർ ഏറ്റവും കൂടുതൽ നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. 30,000 കേസസ് പെർ ഇയറിന്റെ ബാരിയർ ക്രോസ് ചെയ്തു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് പോസിബിൾ. അപ്പോൾ വളരെ ക്രിട്ടിക്കലും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു മെസ്സേജുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നർക്കോട്ടിക്സിനെതിരെ വളരെ വലിയൊരു ഫൈറ്റിലാണ് നമ്മുടെ സ്റ്റേറ്റ്. വി ആർ ഹാവിങ് ഓപ്പറേഷൻ തൂഫാൻ. ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് പലരും എടുക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ചിന്തയെ കുറച്ചൊന്ന് പ്രൊവോക്ക് ചെയ്യാൻ കുറച്ച് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഡേറ്റ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് നർക്കോട്ടിക് കേസസ് പെർ ഇയർ, ഈ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഈ ഇടയ്ക്ക് നമ്മൾ 30,000 കേസസ് പെർ ഇയറിന്റെ ബാരിയർ ക്രോസ് ചെയ്തു. നമ്മൾ വലിയ കാര്യത്തിൽ പറയും പഞ്ചാബിൽ ഡ്രഗ്സിന്റെ പ്രശ്നമൊക്കെ രൂക്ഷമാണ്. അവിടെ 9,000 കേസസ് പെർ ഇയറേ ഉള്ളൂ. നമ്മുടെ ഇവിടെ എത്രയാണ്? 30,000, അതായത് 3 ഇരട്ടി കൂടുതൽ. ഇനി ഈ NDPS പോലുള്ള ഡ്രഗ് റിലേറ്റഡ് കേസിലെ അറസ്റ്റുകൾ നോക്കിയാൽ കേരളത്തിൽ 25,000-ന്റെ അടുത്തെത്തി. പഞ്ചാബിൽ അതും ഏകദേശം 9,000 ഉള്ളൂ. അവിടെയും ഏകദേശം നമ്മൾ 3 ഇരട്ടി സ്കോർ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് പോസിബിൾ. ഇനി പെർ ക്യാപിറ്റ ഡ്രഗ് റിലേറ്റഡ് കേസ്, അതായത് 1,00,000 പേരിൽ എത്ര കേസ് രജിസ്റ്റർ ചെയ്യുന്നു നോക്കിയാൽ കേരളത്തിൽ അത് 78 കേസ് പെർ 1,00,000. ഇനി നമ്മൾ പഞ്ചാബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 30 ഉള്ളൂ. ഇന്ത്യൻ ആവറേജും ഏകദേശം അതിനെക്കാട്ടി കുറച്ചുകൂടെ കുറവാണ്. ഇനി നമ്മൾ കൊച്ചിൻ സിറ്റിയെ പറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഭീകരമാണ്. അതായത് പെർ ക്യാപിറ്റ ഡ്രഗ് കൺസപ്ഷൻ റേറ്റ് നമ്മൾ നോക്കിയാൽ കൊച്ചിയിൽ 245 പെർ ലാക്ക്. ഓക്കെ, ഇത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മുംബൈയാണ്. മുംബൈയിൽ 50 പെർ ലാക്കാണ്. അപ്പോൾ എന്തോ ഒരു വ്യത്യാസമുണ്ട്, 5 ഇരട്ടിയാണ്. ഇനി ഏത് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് റിലേറ്റഡ് കേസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈയാണ്, 9,000 കേസ്. പക്ഷേ കൊച്ചിൻ 2ാമതുണ്ട് 5,000 കേസുമായിട്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആയിക്കോട്ടെ, ടോട്ടൽ നമ്പർ ഓഫ് അറസ്റ്റ് ആയിക്കോട്ടെ, പെർ ക്യാപിറ്റ കൺസപ്ഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും കേരളം വളരെ മുന്നിലാണ്. അത് ഞാൻ പിന്നെയും പറയുന്നത് നല്ലൊരു കാര്യമല്ല. ദിസ് ഇസ് എ ത്രെറ്റ്. നമ്മളിപ്പോൾ കറക്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ നമുക്ക് നഷ്ടമാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ തന്നെ പല ഫേസസിലായിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ആദ്യം ഏതൊക്കെ ഡ്രഗാണ് ഇവിടെ വരുന്നതെന്നുള്ളത് നമുക്കറിയണം. എവിടുന്നാണ് ഈ ഡ്രഗ് വരുന്നതെന്ന് നമുക്കറിയണം. ഈ ഡ്രഗ് എന്തുകൊണ്ട് ഇവിടെ ഇത്രയും വ്യാപിക്കുന്നു എന്നറിയണം. പിന്നെ അവസാനം ഇതിനെ എങ്ങനെ തടയണമെന്ന് അറിയണം. ഫസ്റ്റ് ആസ്പെക്ട് ഞാൻ കുറച്ച് ഫാക്റ്റും ഫിഗേഴ്സും തന്നു. 2ാമത്തെ ആസ്പെക്ട് എന്താ? ഈ ഡ്രഗ് എവിടുന്നാണ് വരുന്നത്? ഇപ്പോൾ ഡ്രഗ് പലപ്പോഴും ഇന്ത്യയുടെ പുറത്തുനിന്നാണ് ഇന്ത്യയിലേക്ക് വരാൻ. ഇന്ത്യക്ക് പ്രത്യേകിച്ചൊരു സാഹചര്യമുണ്ട്. നമ്മുടെ വെസ്റ്റിൽ നോക്കിയാൽ വി ഹാവ് ദ ഗോൾഡൻ ക്രസന്റ്, അല്ലെങ്കിൽ ഇതിനെ ഇപ്പോൾ ഡെത്ത് ക്രസന്റ് എന്ന് വിളിക്കും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇവിടുന്ന് വളരെയധികം ഡ്രഗ് ഇന്ത്യയിലേക്ക് വരും, എക്സ്പെഷ്യലി നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിൽ നിന്നും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ മുദ്ര പോർട്ടിൽ നിന്നൊക്കെ വലിയൊരു എമൗണ്ട് ഓഫ് ഡ്രഗ്സ് സീസ് ചെയ്തു നമ്മൾ. ഓക്കെ, അപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇറാൻ മേക്സ് ദ ഗോൾഡൻ ക്രസന്റ് അല്ലെങ്കിൽ ഡെത്ത് ക്രസന്റ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും ഒരു ഏരിയ ഇത് ഇന്ത്യയുടെ വെസ്റ്റിൽ. ഇനി ഇന്ത്യയുടെ ഈസ്റ്റിലേക്ക് നമ്മൾ പോയാൽ എന്താണ് അവസ്ഥ? അവിടെ ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട്. തായ്ലാൻഡ്, മ്യാൻമാർ, വിയറ്റ്നാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഒഴുകുന്ന പ്രൊഡക്ഷൻ നടക്കുന്ന വേറൊരു സ്ഥലം. അപ്പോൾ ഈസ്റ്റിൽ ഗോൾഡൻ ട്രയാങ്കിൾ, വെസ്റ്റില് ഗോൾഡൻ ക്രസന്റ്. ഇതിനെ ഡെത്ത് ക്രസന്റ് എന്നും ഡെത്ത് ട്രയാങ്കിൾ എന്നും വിളിക്കാം നമുക്ക്. കാരണം ഒരു തലമുറയെ തന്നെ നശിപ്പിച്ചു കളയും. ഇപ്പം ഇവിടെ നിന്നെല്ലാം എന്ത് വരുന്നുണ്ട്? ഡ്രഗ്സ് ഇന്ത്യയിലേക്ക് വരുന്നു. 2 സൈഡിൽ നമ്മൾ സാൻഡ്വിച്ച് പോലെ നടുക്ക് വിട്ടു. പിന്നെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തും ഈ ഡ്രഗ്സ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പം നാച്ചുറൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കാനബിസ്, അല്ലെങ്കിൽ മലയാളത്തിൽ കഞ്ചാവ് എന്ന് പറയുന്ന കാര്യം, അത് ഇന്ത്യക്കകത്ത് തന്നെ അവൈലബിൾ ആണ്. പുറത്തുനിന്ന് ഈ പറയുന്ന ഒപ്പോയിഡ്സും സിന്തറ്റിക് ഡ്രഗും വരും. ഇപ്പം കേരളത്തിലൊക്കെ നോക്കിയാൽ ഡ്രഗുകൾ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം. MDMA സിന്തറ്റിക് ഡ്രഗാണ്. ഓക്കെ, മെത്ത് എന്ന് പറയുന്ന ഡ്രഗ്, മെറ്റഫെത്തമിൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ LSD സ്റ്റാമ്പുകൾ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഇതെല്ലാം ഇന്ത്യയിലേക്ക് ഒഴുകുന്നു. ചിലതൊക്കെ ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ സാധനം ഇവിടെ വരുന്നു. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് പലപ്പോഴും ഇതിനെ ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഡേഞ്ചർ എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഡ്രഗ് കാർട്ടലുകളുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ സിനോള കാർട്ടലുണ്ട്. ആഫ്രിക്കയിലുള്ള പല കാർട്ടലുണ്ട്. സിനോള കാർട്ടലൊക്കെ വേൾഡ് മൊത്തം ഫേമസ് ആയിട്ടുള്ള കാർട്ടലാണ്. എൽമായോ എന്നുള്ള വ്യക്തിയുടെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്.
അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. മെക്സിക്കോയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള കാർട്ടലുണ്ട്, CGNJ എന്ന് പറഞ്ഞ കാർട്ടൽ. ഓക്കെ, ന്യൂ ജലിസ്കോ കാർട്ടൽ എന്ന് പറയും. ഓക്കെ, ആ ന്യൂ ജലിസ്കോ കാർട്ടൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ ലാബോറട്ടറി ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു ലാബോറട്ടറി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗുരുഗ്രാം നോയിഡ ഏരിയയിലാണ്. നമ്മുടെ പോലീസ് അത്, നാർക്കോട്ടിക് ബ്യൂറോ അത് ബേസ്റ്റ് ചെയ്തു. ദേ കോട്ട് ദീസ് പീപ്പിൾ. അപ്പം ന്യൂ ജലിസ്കോ അല്ലെങ്കിൽ CGNJ കാർട്ടല് ഡയറക്ട്ലി ഇന്ത്യയിൽ ഓപ്പറേഷൻ നടത്തുന്നു. പിന്നെ ഈ ഇടയ്ക്ക് 3 നൈജീരിയക്കാരെ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് നാർക്കോ ഡിവൈസസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സും ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് കൊണ്ട് പിടിച്ചു. പിന്നെ 3 മെക്സിക്കൻ കെമിസ്റ്റുകളെ ലുധിയാനയിൽ നിന്ന് പിടിക്കുന്നു. അപ്പോൾ ഇന്റർനാഷണൽ കാർട്ടലുകളും ഇന്ത്യയെ ഒരു വിഹാര കേന്ദ്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഫ്രിക്ക എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, സിനോളോ കാർട്ടലിലെ ആൾക്കാരുണ്ട്, മെക്സിക്കൻ കാർട്ടലിലെ പലരും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം അത്രത്തോളം ഡ്രഗിൻ്റെ ഒരു പ്രസൻസ് ഇന്ത്യയിലുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും ഒരു രാജ്യത്തെ തളർത്താനും അവൻ്റെ ഗ്രോത്തിനെ കട്ട് ചെയ്യാനും എതിർ രാജ്യം ഉപയോഗിക്കുന്ന ഒരു രീതിയുമാണ് ഡ്രഗ്. പണ്ട് ബ്രിട്ടനും ചൈനയുമായിട്ട് ഓപ്പിയം വാർ തന്നെ നടത്തിയിട്ടുണ്ട്. ചൈനയുടെ പ്രശ്നം എന്താ? അന്ന് കാലത്ത് ബ്രിട്ടൻ ഓപ്പിയം ചൈനയിലോട്ട് കടത്തുന്നു. ഇപ്പം അതാരായിരിക്കും ചെയ്യുന്നത്? പാകിസ്ഥാൻ്റെ ISI ഗോൾഡൻ ക്രസൻറ്റിൽ നിന്ന് ഡ്രഗ് പഞ്ചാബിലേക്ക് കയറ്റി പഞ്ചാബ് എന്തായി? ഉടുത്ത പഞ്ചാബായി മാറി. ഓക്കെ, പലപ്പോഴും പഞ്ചാബിലേക്ക് ഡ്രഗ് എത്തുന്നത് എങ്ങനെയാ? ഡ്രോണുകൾ വഴിയാണ് ഡ്രഗ് എത്തുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഡ്രഗിൻ്റെ വരവ് വേറെ രീതിയിൽ നിന്നാൽ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ റവല്യൂഷൻ ഏജിലല്ലേ, ഡാർക്ക് വെബിലൂടെ ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യപ്പെടും, ഡ്രഗിൻ്റെ സെയിൽ നടത്തും. ഇതിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ വേൾഡ് മൊത്തവും അറിയപ്പെടുന്ന സമ്പദ പോലുള്ള ഡാർക്ക് വെബ് ഡ്രഗ് കാർട്ടൽസും ഈ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് വെയർ ഡ്രഗ്സ് കം ഫ്രം. ഇന്ത്യക്ക് അകത്ത് തന്നെ നമ്മുടെ നോർത്തേൺ ബെൽറ്റിലും ഈവൻ നമ്മുടെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലും എല്ലാം കഞ്ചാവ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് സ്റ്റിൽ പ്രസന്റ്, വേണ്ടവർക്ക് ഇപ്പോഴും കിട്ടും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു ജനറേഷനെ തന്നെ തീർക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു വെപ്പണാണ്. ഇതിനെ ISI പോലുള്ള ഏജൻസികൾ മനഃപൂർവ്വം വെപ്പണൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഫിഗേഴ്സ് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്, എവിടെ നിന്ന് ഈ ഡ്രഗ്സ് വരും. ഇനി മൂന്നാമത് ആൾക്കാർ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളതിൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്ന്, ചിലർക്ക് ലെഷറായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഒരു ഫണ്ണിന് വേണ്ടി. ചിലർ പറയുന്ന ഒരു വൈബിന് വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയായിരിക്കും. പക്ഷേ ഇത് അഡിക്റ്റീവാണ്. പയ്യെ ഇതില്ലാതെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാതാവും. ആൾക്കാർക്ക് ഇത് കിട്ടാതാവുമ്പോൾ ദേ മേ ടേൺ വയലന്റ്. ഫണ്ണിന് തുടങ്ങുന്നവരുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലി സിസ്റ്റത്തിലുള്ള കുറവുകൾ, സോഷ്യൽ റീസൺ ഉണ്ട്. ഡ്രഗ് ഇഷ്യൂ ഇസ് എ സോഷ്യൽ ഇഷ്യൂ. ഫാമിലികളിൽ കുട്ടികൾക്ക് ആവശ്യത്തിന് അറ്റൻഷൻ കിട്ടുന്നില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് സന്തോഷം കണ്ടെത്തണം. അവർ പലപ്പോഴും സന്തോഷം കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? ഡ്രഗ്സിൽ നിന്നാണ്. ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? നാച്ചുറലി ഡോപ്പമൈൻ നമുക്ക് ലഭിക്കുന്ന രീതികൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ കളിക്കാൻ പോകണം, ഹാപ്പി ആവണം. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഡോപ്പമൈൻ കിട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ, എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വീരത്വം അല്ലെന്നുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ ഓഫ് കുട്ടികൾക്ക് മനസ്സിലാവണം. പിന്നെ സോഷ്യൽ മീഡിയയുടെയും മൂവീസിൻ്റെ ഇമ്പാക്റ്റ് വലുതാണ്. ഇപ്പോൾ ഡ്രഗ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു നാർക്കോട്ടിക് സാധനം ഉപയോഗിക്കുന്നത് BGM ഒക്കെ കയറ്റി മാസ്സായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണെന്നാണ് പലരും വിചാരിക്കുന്നത്. ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് നെഗറ്റീവ്. ഓക്കെ, ഒരു നെഗറ്റീവ് ഷെയ്ഡ് കാണിക്കണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് മൂവി അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ കുട്ടികളോട് പറയണം, ദിസ് ഇസ് ആക്ച്വലി നെഗറ്റീവ്, ഇതൊരു പോസിറ്റീവ് കാര്യമല്ല, ഹീറോയിസം അല്ല ഡ്രഗ്. ഓക്കെ, ഒരു കൺട്രോളുള്ള ആൾക്ക് ഒരിക്കലും എന്താവശ്യമില്ല, ആർട്ടിഫിഷ്യൽ ഡോപ്പമൈൻ ആവശ്യമില്ല. അവനത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം. അല്ലാത്തവർക്ക് കഴിയില്ലെങ്കിലാണ് നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകുന്നത്. കഴിവില്ലാത്തവരാണ് ഡ്രഗ്സിൻ്റെ ഒരു എന്താ പറയുക എക്സ്റ്റസി തേടി പോകുന്നത്. ഇഫ് യു ആർ എ പ്രോപ്പർ പേഴ്സൺ ഹൂസ് ഹാവിങ് പ്രോപ്പർ മെറിറ്റ്, ഈ ഡ്രഗിൻ്റെ പുറകെ നിങ്ങൾ പോകില്ല. അതിൻ്റെ ആവശ്യമില്ല. ബലമില്ലാത്തവരും കഴിവില്ലാത്തവരുമാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാസറ്റൂടെ എനിക്ക് തൊട്ടു പോകണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പണ്ട് ഡ്രഗ് വിൽക്കുന്നത് ഒരു ജോബായിട്ട് എല്ലാവരും എടുത്തിരുന്നില്ല. ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് പെഡ്ലേഴ്സ് ഇതിനെ ഒരു മണി ചെയിൻ ബിസിനസ് പോലെ ഇതിനെ കൊണ്ടു നടക്കുന്നു. കാരണം ഈ ചെറിയ രാസലഹരികൾ, ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള രാസലഹരികൾ, എക്സാമ്പിൾ MDMA, ഇത് ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് സെല്ല് ചെയ്യുന്നത് ഒരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കുട്ടികൾ എടുത്തു തുടങ്ങി. എനിക്കിപ്പോൾ ഒരു ഐഫോൺ വേണം, കുറച്ച് MDMA മേടിച്ച് മറിച്ച് വിറ്റാൽ എനിക്ക് ചിലപ്പോൾ ഐഫോൺ കിട്ടും. അല്ലെങ്കിൽ എനിക്ക് പുതിയ ബ്രാൻഡഡ് ഷൂസ് വേണം, പെട്ടെന്ന് കുറച്ച് MDMA മറിച്ച് വിറ്റാൽ ഇത് എന്ത് ചെയ്യും? എനിക്ക് ആ മണി കിട്ടും. അപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. ദിസ് ഇസ് എ ഷോർട്ട് കട്ട്. അപ്പോൾ ഇതിനൊരു മണി മേക്കിംഗ് മോഡൽ ആക്കുന്നതും ഈ ഡ്രഗ് കാർട്ടൽസിൻ്റെ ഒരു സക്സസ് ആണ്. അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്.
ഓക്കെ, സോ ഡ്രഗ് യൂസ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ റീസൺസിൽ ഒരു റീസൺ ഇതാണ്. പിന്നെ അൺഎംപ്ലോയ്മെന്റ് വരുമ്പോഴും ആൾക്കാർക്ക് ഈ ഡ്രഗിലോട്ടുള്ള ഒരു പോക്കിന്റെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡ്രഗ് പ്രൊമോട്ടഡ് ആവാനുള്ള ചെറിയ ചെറിയ കാരണങ്ങളും വലിയ കാരണങ്ങളും. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യണം? വാട്ട് ക്യാൻ വി ഡു? ഓക്കെ, വാട്ട് ക്യാൻ വി ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവയർനെസ് ആണ് വേണ്ടത്. ഈ അവയർനെസ് നമ്മൾ 10-25 വയസ്സുള്ള ആൾക്കല്ല കൊടുക്കേണ്ടത്. കാസ്റ്റ് ദം യങ്, ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഡ്രഗ് തെറ്റാണെന്നുള്ളൊരു ഐഡിയ നമ്മൾ പകർന്നു കൊടുക്കണം. സ്കൂളിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ ഡോപ്പമൈൻ തേടി പോകണ്ട, ഇതൊക്കെ തെറ്റാണെന്നുള്ളത് സ്കൂൾ ലെവലിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ വെറുതെ അവരെ കുറച്ച് തിയറിറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം അവർ നല്ലൊരു പൗരൻ ആവില്ല. ഓക്കെ, അപ്പം ഞാൻ പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന കാര്യം, സ്കൂളിൽ നമുക്ക് പല പല സ്പോർട്സ് യൂണിറ്റുകളും ഗെയിം യൂണിറ്റ് ഉള്ളതുപോലെ സ്കൂളുകളിൽ ആൻറ്റി നർക്കോട്ടിക് യൂണിറ്റുകൾ സ്ഥാപിക്കുക, സ്റ്റുഡൻറ് പോലീസ് പോലെ. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും ഉറപ്പായിട്ടും ഇതിനെ എതിർക്കും, ഈ ഡ്രഗ്സിൻ്റെ യൂസിനെ എതിർക്കും. പിന്നെ കുട്ടികൾ കാതും കണ്ണുമായിട്ട് പ്രവർത്തിക്കും. അപ്പം അവിടെ ഒരു ഡ്രഗ് റിലേറ്റഡ് പെഡ്ലർ സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ കയറാൻ ശ്രമിച്ചാൽ മുളയിലെ തന്നെ എന്ത് പറ്റും? അവരെ നുള്ളിക്കളയാൻ നമുക്ക് പറ്റും. കാരണം ഡ്രഗിനെതിരെ പ്രവർത്തിക്കുന്ന കുട്ടികൾ ആ കോളേജിലോ സ്കൂളിലോ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രഗ് പ്രോസ്പർ ചെയ്യുന്നൊരു ഏരിയ കലാലയങ്ങളാണ്. അവിടെ നിന്നാണ് ഡ്രഗ്സിനെ ആദ്യം ഓടിക്കേണ്ടത്. അപ്പം ദാറ്റ് ഈസ് വൺ വേ. സെക്കൻഡ്, സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ലോസ്. നമ്മുടെ ലോസിലുള്ള NDPS ആക്ടിലൊക്കെ കുറേ ലൂപ്പ് ഹോളുകളുണ്ട്. ആ ലൂപ്പ് ഹോളുകളെ നമ്മൾ അടയ്ക്കണം. പിന്നെ ചെറിയ ചെറിയ കാരിയർമാരെ പിടിച്ചിട്ട് കാര്യമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഡ്വെൽവ് ചെയ്യണം. എന്നിട്ട് റൂട്ടിനെ കട്ട് ചെയ്യാൻ നോക്കണം. പല കാര്യങ്ങളും ഇന്ത്യയുടെ പുറത്ത് നടക്കുന്നതാണ്, നമുക്ക് കട്ട് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ള മെയിൻ ഡീലേഴ്സിലേക്ക് എത്താൻ പറ്റണം. ഓക്കെ, വിതരണ ശൃംഖലയിലത്തെ അറ്റത്തുള്ള കൊച്ചു കൊച്ചു മീനുകളുടെ പുറകെ പോവാതെ വി ഷുഡ് ഡീപ് ഡീപ്പർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള കാര്യങ്ങളിൽ സിവിലിയൻ കോർപ്പറേഷനോട് കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഓവർ ദ ടൈം നമുക്ക് ഈ ഡ്രഗിൻ്റെ ഫ്ലോയെ അല്ലെങ്കിൽ ഡ്രഗിൻ്റെ യൂസേജിനെ കട്ട് ചെയ്യാം. ഇതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തീർക്കാമെന്ന് വിചാരിച്ചാൽ അത് പോസിബിൾ അല്ലെന്നുള്ള റിയാലിറ്റി. പക്ഷെ ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാം. അടുത്ത ജനറേഷനിലേക്ക് ഇതിൻ്റെ ഒരു പെർക്കുലേഷൻ നമുക്ക് തടയാൻ കഴിയും. ഓക്കെ, അപ്പം ഞാൻ ചെറിയൊരു ഡിസ്കഷനാണ് നടത്തിയത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ യു ക്യാൻ ഫോളോ അവർ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ്